ഹായ് ഓൾ, എല്ലാവർക്കും മാഷും ടീച്ചറും ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ 2000+ സ്റ്റുഡൻസ് ആയിട്ടുള്ള സന്തോഷം നിങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം കൂടിയിട്ടുള്ള എല്ലാ കൂട്ടുകാരും ഈ അധ്യയന വർഷം നമ്മളോടൊപ്പം തന്നെ ചേർന്നിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടുകാരെടുത്ത് മിസ്സിന്റെ സ്പെഷ്യൽ സന്തോഷം കൂടി അറിയിക്കുകയാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മിസ് ഇപ്പൊ എത്തിയിട്ടുള്ളത് നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മക്കൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര് മക്കൾക്ക് അറിയാലോ, മാഷും ടീച്ചറും എന്നതാണല്ലേ. അപ്പൊ എല്ലാ മക്കളും നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ ഒക്കെ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ലേ. ഓക്കെ മക്കളെ, അപ്പം ഇന്ന് മിസ് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ ഫോണിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാല്ലേ. അതെല്ലാ മക്കളും ചെയ്തിട്ടുണ്ടായിരിക്കല്ലോ. ഇനി ആർക്കെങ്കിലും ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മിസ്സിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മക്കൾ എന്ത് ചെയ്യണം, അത് ആദ്യം ഓപ്പൺ ചെയ്യുക കേട്ടോ. നമ്മുടെ ഫോണിലായിക്കോട്ടെ ലാപ്പിലായിക്കോട്ടെ മക്കൾ അത് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാം കേട്ടോ. ഓക്കെ, അതിനുശേഷം എങ്ങനെയാണ് നമ്മുടെ ആപ്പിൽ ലോഗിൻ ചെയ്യുക എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ആപ്പിൽ കയറിയതിനു ശേഷം മക്കൾ എന്ത് ചെയ്യണം, അവിടെ സ്റ്റുഡന്റ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ലാപ്പിലാണെങ്കിൽ മക്കൾക്ക് ഇതുപോലെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് മുകളിലാണ് സ്റ്റുഡന്റ് പോർട്ടൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇനി ഫോണിലാണെങ്കിൽ മക്കൾക്ക് അത് നിങ്ങളുടെ ഫോണിൽ ഏറ്റവും ടോപ്പിൽ, അതായത് ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ടാണ് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുക കേട്ടോ. അവിടെ മക്കൾക്ക് ഫോണിൽ ഒരു 3 ലൈൻസ് ഉണ്ടായിരിക്കും, 3 വര ഉണ്ടായിരിക്കും. അത് ടച്ച് ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് എന്ത് ചെയ്യും, അവിടെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഏറ്റവും താഴെയായിട്ടാണ് മക്കൾക്ക് സ്റ്റുഡന്റ് പോർട്ടൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കുക കേട്ടോ. മക്കൾ എന്ത് ചെയ്യുക, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് ഇതുപോലെ പ്ലീസ് എൻ്റർ യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ടു ലോഗിൻ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ മക്കൾ അവിടെ എന്ത് ചെയ്യണം, മക്കൾ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ കൃത്യം തെറ്റാതെ മക്കൾ അവിടെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ മക്കള് ലോഗിൻ എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ മക്കൾ ചെയ്യുന്ന സമയത്ത് പിന്നീട് നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരിക്കും, എന്റർ ദി OTP കോഡ് വി ഹാവ് സെൻഡ് യു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു OTP മക്കളുടെ ഫോണിലേക്ക് വരികയാണെങ്കിൽ മക്കൾ അത് കൊടുക്കുക. ഇനി ഒരു പക്ഷെ വന്നിട്ടില്ലെങ്കിൽ മക്കൾ അവിടെ എന്ത് ചെയ്യണം, 2255 എന്നുള്ള OTP കൊടുത്തതിന് ശേഷം അവിടെ മക്കൾ എന്ത് ചെയ്യുക, വെരിഫൈ എന്ന് കൊടുത്താൽ നമ്മുടെ ആപ്പിലേക്ക് മക്കൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, ആപ്പിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഇന്റർഫേസ് ആണ് മക്കൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കൾ അത് ലോഗിൻ ചെയ്ത മക്കൾക്ക് അവിടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നീട് അവിടെ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ മക്കൾക്ക് അവിടെ കാണാം ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽസ്, ക്വിസ്, ന്യൂസ് ആൻഡ് ഇവന്റ്സ്, മൈ പ്രൊഫൈൽ, അതുപോലെ വീഡിയോ ഹിസ്റ്ററി, സപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് കാണാം. ലാപ്പിലാണെങ്കിൽ മക്കൾ ഇതുപോലെ ഓപ്ഷൻസ് ഒക്കെ അവിടെ ഓൺ ആയിട്ടിരിക്കും. ഇനി നിങ്ങളുടെ ഫോണിലാണെങ്കിൽ മക്കൾ അത് എവിടെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഇടത് വശത്തെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു 3 ലൈൻസ് കാണാം, 3 വരകൾ കാണാം. അത് ടച്ച് ചെയ്താൽ മക്കൾക്ക് ഇതുപോലുള്ള ഓപ്ഷൻസ് അവിടെ ഓൺ ആയിട്ട് വരും. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ ക്ലാസ്സിലുള്ള ഓരോ ഫെസിലിറ്റീസ് ഒന്നൊന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം അല്ലെ. അവിടെ മക്കൾക്ക് കാണാം, നമ്മുടെ ആപ്പിൽ കയറിയാല് ലൈവ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അല്ലെ. അത് മക്കൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പൊ അവിടെ ലൈവ് സെക്ഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ കാണാനായിട്ട് പറ്റൂ കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് റെക്കോർഡ് ക്ലാസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അത് മക്കൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം നമുക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ ഓരോ ക്ലാസ്സിന് ശേഷമുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയലും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആപ്പിൽ ഓരോ ക്ലാസ്സുകൾ ഓപ്പൺ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മളിപ്പം ആദ്യം എന്താണ്, റെക്കോർഡ് ക്ലാസ്സസ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ക്ലാസ് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സൈഡിൽ പോയിട്ട് റെക്കോർഡ് ക്ലാസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ മക്കൾ റെക്കോർഡ് ക്ലാസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മക്കൾക്ക് അവിടെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെ ലിസ്റ്റ് മക്കൾക്ക് അവിടെ കാണാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന്റെ ഒരു വീഡിയോ ആണ് അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ. ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് കാണാം. അതുപോലെ മക്കൾക്ക് മാത്സ്, മലയാളം, EVS ഉള്ളവരാണെങ്കിൽ EVS ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ള എല്ലാ സബ്ജക്റ്റിന്റെ പേരുകൾ അവിടെ കാണിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, അവിടെയുള്ള ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഫയൽ വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും മക്കൾക്ക് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മക്കൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് ആ വീഡിയോ മക്കൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിന് അവിടെ മക്കൾക്ക് കാണാം WH ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്ന
ഒരു ക്ലാസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള 3 ഓപ്ഷൻസ് ആണ് അവിടെ ഉണ്ടായിരിക്കുക കേട്ടോ. വീഡിയോ ക്ലാസ്സസ്, സ്റ്റഡി മെറ്റീരിയൽസ്, റിട്ടൺ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ മക്കള് വീഡിയോ ക്ലാസ്സസ് എന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് വീഡിയോ ക്ലാസ്സുകൾ അവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ എന്താ, നമ്മുടെ ക്ലാസ് വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് അവിടെ എന്ത് കാണാം, നമ്മുടെ ക്ലാസ് കാണാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നിട്ട് മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ് ഒക്കെ കാണാം. അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് ക്ലാസ് ഇത്രത്തോളം ക്ലാസ് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. പേരൻസിന് എന്ത് ചെയ്യണം, കുട്ടിക്ക് ക്ലാസ് മനസ്സിലായോ, അവർ എത്രത്തോളം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, വിലയിരുത്തണം. അപ്പൊ അതിനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും നമ്മുടെ ആപ്പിലുണ്ട് കേട്ടോ. അതിന് മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, ക്ലാസ് എല്ലാം കണ്ടതിന് ശേഷം ഇവിടെ നിങ്ങൾ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ, ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുറകോട്ട് പോകാനായിട്ട് കഴിയും. എന്നിട്ട് ഈ വീഡിയോയുടെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും. മക്കൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്, നമ്മൾ കണ്ടിട്ടുള്ള ക്ലാസിന്റെ സ്റ്റഡി മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇത് കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്സിന് കൂടി യൂസ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷൻ ആണ് ഇത്. അതായത് നമ്മുടെ കുട്ടി എത്രത്തോളം പഠിച്ചു എന്നുള്ളതും, ഇനി ഒരു പക്ഷേ കുട്ടിക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാവാനായിട്ട്, കൂടുതൽ മനസ്സിലാക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ സ്റ്റഡി മെറ്റീരിയൽ ഓപ്പൺ ചെയ്താൽ മക്കൾ കണ്ടിട്ടുള്ള ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പൊ പാരന്റ്സിന് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആ നോട്ടെല്ലാം നോക്കിയിട്ട് കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യണമെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സ്റ്റഡി മെറ്റീരിയലിന്റെ കാര്യം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ റെക്കോർഡഡ് ക്ലാസ്സിൽ ക്ലാസ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ പഠിച്ചു. സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പേരന്റ്സിനാണെങ്കിൽ കുട്ടി ക്ലാസ് ഒക്കെ കാണുന്നുണ്ട്, കുട്ടി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ, കുട്ടിക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ. അപ്പൊ അതിനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിലുണ്ട് കേട്ടോ. അതിന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇവിടെ ക്യൂസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ക്യൂസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ നേരത്തെ നമ്മുടെ സബ്ജക്റ്റുകളെല്ലാം കാണിക്കും. ഇവിടെ ഇംഗ്ലീഷ് ആണ് കാണിച്ചിട്ടുള്ളത്, മലയാളം ഉണ്ടെങ്കിൽ മലയാളം, EVS ആണെങ്കിൽ EVS അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് സബ്ജക്റ്റ് എല്ലാം അവിടെ കാണിക്കും. അപ്പൊ അതെന്ത് ചെയ്യാം, ഏത് സബ്ജക്റ്റിന്റെ ക്ലാസ് ആണോ അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക, അവിടെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യൂസ് എല്ലാം അവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ WH വേർഡ്സിന്റെ ക്യൂസ് ആണ് ചെയ്യുന്നതെങ്കിൽ, അതിന്റെ ക്ലാസ് ആണ് നമ്മൾ കണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ആ ക്യൂസ് എടുത്തിട്ട് പാരന്റ്സ് കുട്ടിയോട് പറയാം, പരീക്ഷ എഴുതി എത്ര മാർക്ക് കിട്ടി നോക്കട്ടെ എന്ന് പറയാം. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവിടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എന്നിട്ട് നോക്കിക്കേ, അവിടെ മക്കള് WH ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്യൂസ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ മക്കൾക്ക് 10 മാർക്കിനുള്ള, അതായത് 10 ക്വസ്റ്റ്യൻ, 20 മാർക്കിനുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അവൈലബിൾ ആവുക കേട്ടോ. മക്കൾ എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് കൃത്യമായിട്ട് അതിന്റെ ആൻസർ ചെയ്ത് എന്നുള്ളത് ഓപ്ഷനിൽ കണ്ടെത്തിയിട്ട് മക്കള് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ മക്കള് ഓപ്ഷൻസ് എന്ത് ചെയ്യുക, ഏതാന്ന് വെച്ചാൽ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ, ആ സർക്കിളിന്റെ ഉള്ളിൽ മക്കൾ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അറ്റ് എ ടൈമിൽ ഒരു ഓപ്ഷൻ മാത്രമേ മക്കൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയതിന് ശേഷം മക്കൾക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് കാണാം. എന്തൊക്കെയാണ്, സേവ് ആൻഡ് നെക്സ്റ്റ്, സ്കിപ്പ്, സബ്മിറ്റ് ക്യൂസ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മക്കൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ എന്തായി മക്കളെ, അടുത്ത ചോദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് ആ ക്വസ്റ്റ്യൻ ഓപ്പൺ ആയിട്ട് വരും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അതിന് ആൻസർ ചെയ്തതിനു ശേഷം മക്കൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരും. അത് ചെയ്തിട്ട് മൂന്നാമത്തെ എടുക്കാൻ വീണ്ടും എന്ത് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അല്ലെ. അങ്ങനെ ചെയ്തിട്ട് മക്കൾ 10 ക്വസ്റ്റ്യനും എല്ലാം ചെയ്തതിനു ശേഷം അവസാനം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മക്കൾ കണ്ടോ സബ്മിറ്റ് ക്യൂസ് എന്നുള്ള ഓപ്ഷന്, അത് കൊടുത്താൽ മക്കളുടെ ക്യൂസ് അവിടെ ഉണ്ടാവും, സബ്മിറ്റ് ആവും. ആ സമയത്ത് മക്കളുടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കാണാൻ പറ്റും. അതായത് മക്കൾ പാസ്സായോ അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുണ്ടോ, എത്ര മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം, അവിടെ കാണാനായിട്ട് പറ്റും. അതിലൂടെ പേരൻസിന് എന്ത് മനസ്സിലാവാം, നിങ്ങളുടെ കുട്ടിക്ക് എത്രത്തോളം ക്ലാസ് മനസ്സിലായി എന്നുള്ള കാര്യം അതിലൂടെ നിങ്ങൾക്ക് വിലയിരുത്താനായിട്ട് പറ്റും കേട്ടോ. ഇനി ഒരു പക്ഷേ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ക്ലാസ്സിൽ പോയിട്ട് നമ്മുടെ ക്ലാസ് ഒരിക്കൽ കൂടി കാണാം. പേരൻസ് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഒരിക്കൽ കൂടി അവർക്ക് വെച്ച് കൊടുക്കുക, അവർ കാണട്ടെ കേട്ടോ. കണ്ടതിന് ശേഷം ഒരിക്കൽ വീണ്ടും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും നമ്മുടെ ആപ്പിൽ ഈ ഒരു ക്യൂസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്തിട്ട് മുഴുവൻ മാർക്ക് നേടുന്നവരെ എന്ത് ചെയ്യുക, നിങ്ങൾ ക്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ല, ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ ചെയ്തു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ല എന്നിരിക്കട്ടെ. അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് സ്കിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ മക്കളെ, അത് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാനും പറ്റും.
ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ക്വിസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. അവിടെ വ്യൂ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് ആയിട്ട് മക്കൾ ആൻസർ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആണ് റോങ് ആയി പോയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, അപ്പൊ ക്വിസ് ഒക്കെ മക്കൾ എന്ത് ചെയ്യണം, ഡെയിലി അറ്റൻഡ് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം ക്വിസ് മക്കൾ അറ്റൻഡ് ചെയ്യുക, അത് നിർബന്ധമാണ്. അത് പേരൻസ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ക്വിസിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് ക്ലാസ് പ്ലേ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഓക്കെ മക്കളെ, അപ്പൊ റെക്കോർഡ് ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് അവിടെ നമ്മുടെ ആപ്പിൽ ന്യൂസ് ആൻഡ് ഇവന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ആപ്പിലുള്ള എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഹിസ്റ്ററി, മക്കൾ ഏതൊക്കെ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവിടെ വീഡിയോ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ആപ്പിൽ ഇപ്പോൾ ഒരു കോഴ്സിന് മാത്രമായിട്ടല്ല കുട്ടികൾ ജോയിൻ ചെയ്തിട്ടത്, 2-3 കോഴ്സിനൊക്കെ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മളിപ്പം LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ട്യൂഷൻസ് കൊടുക്കുന്നുണ്ട്, പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് കൊടുക്കുന്നുണ്ട്, റീഡിങ് ആൻഡ് റൈറ്റിങ്ങിന്റെ കോഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പം 2 കോഴ്സുകൾ 3 കോഴ്സുകളൊക്കെ ആയിട്ട് ലോഗിൻ ചെയ്ത 3 കോഴ്സുകളൊക്കെ ആയിട്ട് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെങ്ങനെയാണ് നമ്മുടെ ആപ്പിൽ ക്ലാസ് കാണേണ്ടത് എന്നാണ് ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 1-2 ദിവസമൊക്കെ യൂസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇപ്പൊ 2 കോഴ്സിൽ ജോയിൻ ചെയ്തത്, അതായത് ഒരു വീട്ടിൽ 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ 2 ക്ലാസ്സുകൾ എങ്ങനെയാണ് കാണുക എന്നതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഫോണിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മേലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് താഴെ ഉണ്ടായിരിക്കും എൻറോൾഡ് കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ലാപ്പിലാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് മൊത്തത്തിൽ കാണുന്ന സമയത്ത് ഈ ഒരു റൈറ്റ് സൈഡില് ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണാം എൻറോൾഡ് കോഴ്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈലിന്റെ താഴെയായിട്ട്, നിങ്ങളുടെ പേരൊക്കെ കൊടുത്തതിന്റെ താഴെയായിട്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, അവിടെ എൻറോൾഡ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതൊക്കെ കോഴ്സാണ് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ അതെല്ലാം ഇവിടെ കാണും. ഇവിടെ ഇപ്പൊ നോക്കിക്കേ, ക്ലാസ് 1 ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ ഉണ്ടായിരുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലായിരുന്നു. അപ്പൊ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ക്ലാസ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞു, ഇനി 1ാം ക്ലാസ്സിലെ ട്യൂഷനും നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത് നമുക്ക് എന്ത് കാണണം, 1ാം ക്ലാസ്സിലെ ക്ലാസ് ആണ് നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾ ക്ലാസ് 1 എന്നതിന് താഴെയായിട്ട് സ്വിച്ച് കോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാം സക്സസ് എന്ന് പറഞ്ഞിട്ട് എഴുതി ഒരു ടിക്ക് മാർക്ക് ഒക്കെ വരും. എന്നിട്ട് അതിന് താഴെ എക്സ്പ്ലോർ എന്ന് ഒരു ബ്ലൂ കളറിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അടിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ പോകുന്നത് എവിടേക്കായിരിക്കും, 1ാം ക്ലാസ്സിന്റെ ക്ലാസ്സിലോട്ടായിരിക്കും. ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, റെക്കോർഡ് ക്ലാസ് എടുക്കാം. അതിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ, മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, അറബിക് കേട്ടോ. അപ്പൊ ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഓരോ ഫയൽ ഓപ്പൺ ചെയ്യാം. മലയാളം ആണെങ്കിൽ മലയാളത്തിലെ ചാപ്റ്റേഴ്സ് ഒക്കെ അവിടെ വരും. മാനത്ത് പട്ടം, പൂവ്, ചിരിച്ചു തുടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് നോക്കുക. അതില് വീഡിയോ ക്ലാസ് ആണെങ്കിൽ വീഡിയോ ക്ലാസ് നോക്കുക. ഇനി മെറ്റീരിയൽ ആണ് നിങ്ങൾ കാണണമെങ്കിൽ ശരി, മെറ്റീരിയൽ നോക്കുക കേട്ടോ. അപ്പൊ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ആ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ, എങ്ങനെയാ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളത്. അതിന് ക്ലാസ് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ എവിടെ പോകണം മക്കളെ, എവിടെ പോകണം, ക്വിസ് അറ്റൻഡ് ചെയ്യണം, പരീക്ഷ അറ്റൻഡ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വിസിലേക്ക് പോവാ. അവിടെ ഏതാണ്, നമ്മൾ മലയാളത്തിന്റെ ക്ലാസ് ആണ് ഇപ്പൊ കണ്ടത്. അപ്പൊ മലയാളം സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ഏതാണ്, പൂവ് ചിരിച്ചു എന്നുള്ള പാടാണ് നമ്മളെങ്കിൽ ആ ഒരു പാഠം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ക്വിസ് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തതിനു ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അവസാനം എന്തടിക്കണം, സബ്മിറ്റ് ക്വിസ് അടിച്ചാൽ നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ആപ്പിലുള്ള എല്ലാ ഫെസിലിറ്റീസും മിസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, റിട്ടൺ നോട്ട്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് ആപ്പിൽ കാണാനായിട്ടും സാധിക്കും. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സുകൾ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിവരം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഏതെങ്കിലും ആളുകൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ പേഴ്സണലി മിസ്സിന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മിസ്സിനെ കോൾ ചെയ്തോ മെസ്സേജ് അയച്ചോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആപ്പിന്റെ കാര്യത്തിൽ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു വർഷക്കാലത്തോളം നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് നമ്മളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുട്ടിയെ ഏറ്റവും ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു ദിവസം പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.